ഹായ്, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് വഴിതെറ്റിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ആക്ച്വലി മറ്റേ ഹൃദയം മൂവിയുള്ള ആ ഹോട്ടലുണ്ടല്ലോ അവിടേക്കാണ് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പക്ഷേ ഗൂഗിൾ അമ്മച്ചിക്ക് വഴിയൊന്ന് വളഞ്ഞു പോകണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വിട്ടു അവിടെ നിന്ന്. അതിൻ്റെ ഇടയിൽ ഒന്ന് ചെറുതായി വീഴാനൊക്കെ പോയി. പക്ഷേ നൈസായിരുന്നു, കുറേ ചിരിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് കേട്ടോ അത്. എന്നാലും അവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു കേട്ടോ, ഇതാവില്ല വഴി, ഇതാവില്ല എന്ന്. പക്ഷേ അഞ്ചലേച്ചിക്ക് ഇത് തന്നെയാണ് വഴി, ഗൂഗിൾ അമ്മച്ചി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് എടുത്തതാണ്. അങ്ങനെ മിസ്സും അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരികയാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലെ വ്യൂ ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ക്ലൈമറ്റും അതിനനുസരിച്ചായിരുന്നു, വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ നമുക്ക് വെയിലൊന്നും ഇല്ലാണ്ട് കുറച്ച് സന്തോഷത്തിലൊക്കെ പോകാൻ പറ്റി. മറ്റേ അയ്യപ്പേട്ടൻ്റെ ഫുഡ് ആ ഹോട്ടലുണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ചോദിച്ചറിഞ്ഞൊക്കെ അവിടെ എത്തിയപ്പോഴോ അതിനേക്കാൾ വലിയ പൂരമായിരുന്നു. അവിടുത്തെ ക്യൂ കിടക്കുന്നത് റോഡിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം കയറാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ. പക്ഷേ ഒടുക്കത്തെ ബ്ലോക്കും ഒടുക്കത്തെ തിരക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് വേണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വിട്ടു. അവിടെ നിന്ന് നേരെ പോയത് ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിലേക്കായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കാർക്കും അവിടുത്തെ ചായ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇത്രയും മഹത്വം പറയാനുണ്ടായിരുന്നത് ആ ചായക്കെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഫുൾ വെള്ളം ചേർത്തിട്ടായിരുന്നു ചായ ഉണ്ടാക്കിയത്. ഞാനത്ര മോശം പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, പക്ഷേ ഒരു ടേസ്റ്റും അവിടെ വന്ന ആരും കുടിച്ചിട്ട് പകുതി അവിടെ വെച്ചിട്ട് പോവുമായിരുന്നു ചെയ്തത്. പക്ഷെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ, ഭയങ്കര ബ്ലോക്കായിരുന്നു. ചെറിയ വഴിയാണേ, അപ്പോൾ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. പിന്നെ ഇതുപോലെ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ ഓക്കെയാണ്, പക്ഷെ ചായ ഒരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം അവരൊക്കെ ചായ കുടിച്ചു, പക്ഷെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ചെല്ലച്ചേട്ടൻ്റെ ചായ കുടിക്കാനാണ്. സത്യം പറഞ്ഞാൽ ഗായ്സ് കാസിനില്ല, രസമില്ല. എന്തോ പച്ചവെള്ളത്തിൽ കാപ്പിപ്പൊടി കുടിക്കുന്ന പോലെ. ഞങ്ങളുടെ കുട്ടീന് സ്നേഹയുടെ ഫ്രണ്ട്സൊക്കെ കൂടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. സോ സംഭവം സ്ഥലമൊക്കെ നൈസാണ്, പക്ഷേ അത് ഉഴുന്നോടെ കിട്ടും, നല്ല മൊരിഞ്ഞ ഉഴുന്നോടെ, പക്ഷെ ഉപ്പില്ല. അവിടെ നിന്ന് ഞങ്ങൾ പോയത് പിന്നെ ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്കായിരുന്നു. ഒരു അമ്പലമായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. പെട്ടെന്ന് എത്തി. കണ്ടില്ലേ, കുറേ മണിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ തൊട്ടിൽ കെട്ടാം. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ കുളമോ പുഴ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാൻ മറന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല തണലും കാര്യങ്ങളൊക്കെ അവിടെ. റെയിൽവേ സ്റ്റേഷൻ ഫിലിംസിലൊക്കെ കാണുന്ന കണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തുന്ന ഒരു പിടുത്തമില്ല, പെട്രോളാണെങ്കിൽ പകുതി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എവിടെ എത്തുന്ന ഒരു പിടുത്തില്ലാതെ പോകുന്നത് ഗൈസ്. അടുത്തത് ഞങ്ങൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കുറേ ചുറ്റി, കുറേ വീണ്ടും ഗൂഗിളും വെച്ച് ഞങ്ങളെ വഴി തെറ്റിച്ചു. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിപ്പെട്ടത്. പെട്രോൾ അടിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വന്നു. തിരിച്ച് ഇവിടെ എത്തേണ്ട റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് എത്തേണ്ടത് വരെ കുറച്ച് ടെൻഷൻ അടിച്ചു. വന്നുള്ളത് എവിടെയെന്നറിയോ? വെട്ടം ഫിലിം ഷൂട്ട് ചെയ്ത സ്പോട്ടിലാണ് ഗൈസ്. സോ ആ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാണാം, വേറെ ഫിലിംസ് ഇല്ലേ എന്നെ പോലെ വെട്ടം കാണാത്തവരാണെങ്കിൽ പോയി കാണും ഗൈസ്. അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല മിസ് അങ്ങനെ പറയുന്നത്, ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡെന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടേ ഇല്ല. വിശന്ന്
ചാവാറായി ഞങ്ങൾ. കുറേ സോഡയും ജ്യൂസും മാത്രമാണ് കുടിച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഫുഡ് നല്ലതൊന്നും അവിടെ കിട്ടാനില്ല. അപ്പോൾ ഇനി വരുമ്പോൾ പൊതിച്ചോറും കൈപിടിച്ച് വരാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ കുറേ നേരം കറങ്ങി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. കണ്ടില്ലേ മിസ്സുവിൻ്റെ നന്ദുവിൻ്റെ പരിപാടിയൊക്കെ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ചിരിച്ച് കളിച്ചിട്ട് ആണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ പോയി. ആകെ 2 ട്രെയിനും അങ്ങോട്ട് അവിടെ സ്റ്റോപ്പുള്ളൂ എന്നാണ് പറഞ്ഞത്. അതും ആഴ്ചയിൽ 2 ദിവസം അങ്ങോട്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ പാസ് ചെയ്ത് പോകുന്ന ട്രെയിൻസ് കാണാം. ഇതാണ് ഗൈസ് മറ്റേ ചാണകവണ്ടി, ദിലീപ് പറഞ്ഞ ചാണകവണ്ടി ഇതാണ് ഗൈസ്. പക്ഷെ ഉണ്ടല്ലോ നമ്മളുടെ മറ്റേ സാധാ ട്രെയിനിനേക്കാളും വൃത്തിവെടുപ്പുണ്ട്. പിന്നെ ഒരുവിധമായപ്പോഴേക്ക് ക്ഷീണിച്ചുകൊണ്ടാ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോന്നു. മറ്റേ ഹൈവേയിലേക്ക് എത്തുമ്പോഴേക്കും വയ്യാതായി വിശന്നിട്ട്. അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കട കണ്ടു. അങ്ങനെ ചായ ബജ്ജിന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറി ചായയും ബജ്ജിയും കഴിച്ചു. അത്ര വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കിട്ടിയിട്ടേ ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ ഇപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. പക്ഷേ അത്യാവശ്യം ദൂരമുള്ള കാരണം തിരിച്ച് വരണ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ ഒടുക്കത്തെ മഴയുമായിരുന്നു. തിരിച്ച് തൃശ്ശൂർ വഴിയാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും വയ്യാണ്ടായി. പിന്നെ നല്ല മഴയും. തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടക്കമൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിപ്പോയി ഞങ്ങളുടെ കൊല്ലങ്കോട് ട്രിപ്പ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീടെത്തുന്നത് വരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോസൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.